സ്റ്റുഡിയോ. ഇറ്റ്സ് മീ പ്രീതി കൃഷ്ണ. ഇന്നത്തെ വീഡിയോ നമ്മൾ ആര്യ വർക്കിൻ്റെ 4th ക്ലാസ് വരെ എത്തി. അതിൽ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കാണാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് സ്ക്വയർ, സർക്കിൾ, പിന്നെ ട്രയാങ്കിൾ. ഇങ്ങനെ ഈ 3 ഷേപ്പ് പഠിച്ചാൽ തന്നെ നമുക്ക് ഏതൊരു ഡിസൈൻ തന്നാലും അതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സ്ക്വയറും അതുപോലെ ട്രയാങ്കിളൊക്കെ ഉള്ള സമയത്ത് അവിടെ ഫുൾ സർക്കിൾ പോലെ അല്ലല്ലോ, ഒരു കോണാണ്. അതിനു വേണ്ടി ഇങ്ങനൊരു ഷേപ്പ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ആ കോൺ ഏരിയയിൽ നമ്മൾ ടേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് നോട്ട് ചെയ്തിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നേരെ നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോഴും മുകളിലേക്കാണ്. ഇനി നമുക്ക് ഈ സൈഡിലോട്ടേക്ക് പോകാം. ആദ്യം ഇവിടെ പഞ്ച് ചെയ്ത് ത്രെഡ് എടുത്തു. എത്ര ലെങ്ത്ത് വേണം എന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോ. മുകളിലേക്ക് വലിച്ചാൽ ചെയിൻ ലെങ്ത്ത് കൂടും, താഴേക്ക് വലിച്ചാൽ ചെയിൻ്റെ ലെങ്ത്ത് കുറയും. നമ്മളൊരു 0.3 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ചെയിൻ ഇടുന്നത്. അപ്പോൾ അതിൽ പഞ്ച് ചെയ്തു. ത്രെഡ് ചുറ്റി ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ നീഡിൽ പുറത്തേക്ക് എടുത്തു. ചെയിൻ ഇട്ട് തുടങ്ങുക. ചെയിൻ ഇട്ടു. ഈ കോർണറിലേക്ക് ഒരു ചെയിനും കൂടെ കൊടുത്ത് നമ്മൾ ഈ കോർണറിലെത്തി. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നേരെ മുകളിലേക്ക് പോകാൻ. ഇല്ല, നമ്മൾ നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഷാർപ്നെസ് കറക്റ്റായി കിട്ടില്ല. ഒരു വളവ് വരും ഇവിടെ. അതിന് പകരം എന്ത് ചെയ്യാം? ഇതുപോലെ കോണുള്ള സ്ഥലത്ത് കറക്റ്റ് പോയിന്റിൽ ഒരു സ്റ്റിച്ച് വരെ കൊടുക്കുക. അതിന് ശേഷം എവിടെയാണോ നമ്മൾ ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ചെറിയതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ഒരു 0.1 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു ചെറിയ ചെയിന് ഇട്ട് കൊടുക്കുക. അതായത് നമുക്കിനി മേലോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വന്നു. ഇനി നമുക്ക് മേലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ചെയിൻ എന്ത് ചെയ്യണം? ഇവിടം വരെ നമ്മൾ ചെയിൻ ഇട്ട് വന്നു. ഇങ്ങനെ ചെയിൻ ഇട്ട് വന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? ചെയിൻ ഇവിടം വരെ ഇട്ട് വന്നു. ഇനി മുകളിലേക്ക് പോകാൻ ഈ ചെയിനിൻ്റെ നേരെ താഴെ, അതായത് ഈ ലൈനിൻ്റെ നേരെ താഴെ ഒരു ചെയിൻ കൊടുത്ത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയിൻ ഇട്ട് പോവുക. അപ്പോൾ ആ കറക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടും. ഒരു ചെറിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ദെൻ നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക. സെയിം ലെങ്ത്തിൽ ചെയിൻ ഇടാൻ ശ്രദ്ധിക്കുക. സെയിം ഇതേ കോർണറിലെത്തുമ്പോൾ കറക്റ്റ് പോയിന്റിൽ ഒരു ചെയിൻ കൊടുക്കുക. ദെൻ ഇനി നമുക്ക് ഈ സൈഡിലേക്കാണ് പോകേണ്ടത്. ഇനി നമുക്ക് ഈ സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പം എങ്ങോട്ടാണോ പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ലോക്ക് കൊടുക്കണം. അപ്പം ഞാനിനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചെയിനിൻ്റെ ഇപ്പുറ സൈഡിലൊരു ലോക്ക് കൊടുത്തു. ചെയിൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഷാർപ്നെസ് കാണാൻ പറ്റും. നമ്മളവിടെ ആ ചെറിയ ലോക്ക് കൊടുക്കാതെയാണ് നമ്മൾ ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പോയിന്റിലെത്തി, ചെയിൻ ഇട്ടു. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ
ലോക്ക് കൊടുത്തു. വളരെ ചെറിയ ലോക്ക് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ചെയിൻ ഇട്ട് വരും. താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ നീഡിൽ റൈറ്റ് സൈഡിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഞാൻ ത്രെഡ് വലിച്ച് കട്ട് ചെയ്ത് അടിയത്തെ ത്രെഡ് വലിച്ചു, മുകളിലുള്ള ത്രെഡ് പിടിച്ച് നീഡിൽ അടിയിൽ നിന്ന് പഞ്ച് ചെയ്ത് ത്രെഡ് അടിയിലോട്ടേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ലോക്ക് ആയിക്കോളും. ഇങ്ങനെയാണ് ഷേപ്പിൽ എന്ത് ചെയ്യുക, ചെയിന് ടേൺ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം സർക്കിൾ ചെയ്യാം. സർക്കിളാകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് എന്നൊന്നുമില്ല. ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെറിയ സർക്കിളാണെങ്കിൽ നമ്മൾ ചെയിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടെ കുറയ്ക്കുക. അത്യാവശ്യം വലുപ്പമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെങ്ത്തിലൊരു 0.3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയിനിട്ട് ചെയ്യാം. ത്രെഡ് നോട്ട് ചെയ്ത് ഞാൻ അടിയിൽ പിടിച്ചു. നമുക്ക് ഈ സർക്കിളിൻ്റെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചെയിനിട്ടു. ചെയിന് മുകളിലേക്ക് എടുത്തു. സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടെയും നമ്മൾ സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ നീഡിൽ ട്വിസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് റൈറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ മുകൾ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ഷേപ്പിലേക്ക് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് നീഡിൽ തിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വേർട്ടിക്കലും ഇൻവേർട്ടിക്കലായിട്ടും നമ്മൾ എങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക എന്ന് പഠിച്ചത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. ഇപ്പം മുകളിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ലെഫ്റ്റിലേക്ക് തന്നെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഭാഗം, അതായത് ബേസിക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഇനി മുന്നോട്ട് വരുന്ന സ്റ്റിച്ചസുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഞാൻ താഴേക്കാണ് വരുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് വേണം നീഡിൽ ട്വിസ്റ്റ് ചെയ്യാൻ. കറക്റ്റ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ വരെ വന്ന് നിർത്തി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ത്രെഡ് അതുപോലെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിയിലത്തെ ത്രെഡ് വലിച്ചെടുത്തു, മുകളിലത്തെ പിടിച്ച് വെക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ നീഡിൽ പഞ്ച് ചെയ്യുക. എന്നിട്ട് ത്രെഡ് പിടിച്ചിട്ട് അടിയിലേക്ക് വലിക്കാം. ഇനി നമുക്ക് ട്രയാങ്കിളിൽ എങ്ങനെയാണ്
ചെയ്യാൻ നോക്കാം. സെയിം നമ്മൾ സ്ക്വയറിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ട്രയാങ്കിളിലും വരിക. സ്ക്വയർ ഇതേപോലെ തന്നെയാണ് ചെയ്യുക. സ്ക്വയറും ട്രയാങ്കിളും ഇതേപോലെ തന്നെയാണ് സെയിം വരിക. അത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ഈ കോർണർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു, ത്രെഡ് എടുത്തു, സെയിം ലെങ്ത്തിൽ ചെയിൻ ഇട്ട് തുടങ്ങുക. ഞാൻ ഇത്രയും എടുത്തു തന്ന ക്ലാസ് നിങ്ങൾ മറക്കാതെ പ്രാക്ടീസ് ചെയ്യുക. എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്കതിൽ നല്ല ഫ്ലുവൻ്റായിട്ട് വരും. കോർണറിലെത്തി. ഇനി എനിക്ക് താഴേക്കാണ് പോകേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെയിൻ കൊടുക്കാൻ പോവാണ്. സെയിം നമ്മൾ എങ്ങനെയാണോ സ്ക്വയറിൽ ചെയ്തത് അതേപോലെ തന്നെ. ടേൺ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ലോക്ക് കൊടുക്കാൻ, ലോക്ക് എന്ന് പറയുന്നത് ചെറിയ ചെയിനെയാണ് ലോക്ക് എന്ന് പറഞ്ഞത്, ആ ലോക്ക് കൊടുക്കാൻ മറക്കരുത്. ലോക്ക് കൊടുത്താലേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തി, ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ലോക്ക് കൊടുത്തു. കറക്റ്റ് പോയിന്റിലെത്തിയിട്ട് ചെയിൻ ഇടുക. ത്രെഡ് കട്ട് ചെയ്തിട്ട് അടിയിൽ കൂടെ നീഡിൽ വെച്ചിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഡിസൈനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. നന്നായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.